ഈ ജാഥ KC ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്ന് കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ ആണ് അത്. കാണികളോട് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവും. ഇതിന് മുമ്പിലൊരു ജാഥാട് പോയിരുന്നു. കാര്യമായിട്ട് കണ്ടത് ബംഗാളിൽ നിന്ന് വന്നവരെയാണ്. യാത്രയിലൊക്കെ കണ്ടത് അവരെ. കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ ആളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവര് അനുഭവിക്കുന്നുണ്ട്. എങ്ങനെ ആളുണ്ടാവുക? എല്ലാം ഓർക്കാമായിരുന്നു, പക്ഷെ അത് ഓർക്കാൻ പറ്റില്ല. ഏതാത് അയ്യപ്പന്റെ പൊന്നു കൊണ്ടുപോയത് പൊറുക്കാൻ കഴിയൂല. പൊന്നു മക്കളെ, അത് ഈ കേരളത്തിലെ ജനങ്ങൾ മാത്രം ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം ഇതിനു മുമ്പും പരമ്പരാഗതമായുള്ള ജനങ്ങൾ ആദരിക്കുന്ന അയ്യപ്പ നിന്ദ ഉണ്ടായപ്പോൾ പാർലമെന്റ് ഇലക്ഷനിൽ പ്രതികരിച്ചു. ഇപ്പൊ വീണ്ടും ഈ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു. നേരത്തെ ഇവിടെ വന്നപ്പോൾ ശ്രീ മുരളീധരൻ പ്രസംഗിക്കുന്നത് കേട്ടു. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇനി നമുക്കൊന്ന് മാറ്റി പാടാം. പോറ്റിയെ ഇറക്കിയേ എന്ന് പാടേണ്ട സ്ഥിതിയായി. എന്തൊരു ക്രൂരതയാണ്! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യാവൂ. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്, മുമ്പ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ആളുകളുണ്ട്. ശ്രീ സതീശൻ ഈ ജാഥയുടെ ക്യാപ്റ്റൻ, 10-25 വർഷകാല അസംബ്ലിയിൽ ഇരുന്ന ആളാണ്. എല്ലാം വളരെ പ്രാഗൽഭ്യത്തോടു കൂടി പറയുന്ന ആളാണ്. ആർക്കാ തിരിയാത്തത്? ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങളത് ഒതുക്കി തീർക്കുകയാണ് എന്നുള്ളത്. ആ ഒതുക്കി തീർക്കുന്ന വിദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലൊരു പുതിയ യുഗം പിറക്ക തന്നെ വേണം. എല്ലാം ബുദ്ധിമുട്ടിലാണ്. ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. കാസില്ല. നിയമസഭയിലൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. വല്ലതിനും വല്ല മറുപടിയുണ്ടോ? ഞങ്ങൾ ഭരിച്ചിരുന്ന, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന, ആന്റണി ഭരിച്ചിരുന്ന, ഞങ്ങളുടെ UDF ഗവൺമെന്റുകൾ ഭരിച്ചിരുന്നപ്പോ ഞങ്ങളുടെ നേട്ടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷെ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അസംബ്ലിയിൽ എണീറ്റെന്ന് ചോദിച്ചു, ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? ഞങ്ങളതല്ലാതെ നിങ്ങളതായി നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അടയാളം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേമ്പ് വായി കുടുങ്ങിയതുപോലെ ബബ്ബാറിനെ അവിടെ അവസാനിപ്പിച്ചു. മറുപടി ഉണ്ടായി. അപ്പൊ ഇതാണ് കേരളത്തിലൊരു പുതുയുഗ പിറവി ആവശ്യം. ഈ സ്റ്റേറ്റ് ഇങ്ങനെ പോകാൻ പാടില്ല. ഇവിടുന്ന് കുട്ടികൾ നാട് വിടുകയാണ്. പഠിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കും? നേരത്തെ ഇവിടെ KC ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, വിദ്യാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ ഒക്കെ നടക്കുന്ന കാര്യം. അവിടെ എങ്ങനെ പുതിയ തലമുറ നിൽക്കും? അവർക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ ക്യാമ്പസ് വേണം, പഠിപ്പ് വേണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. ചെയ്ത് കാണിച്ചു തരാം UDF വന്നാൽ. മലയോര കർഷകർ, അവർക്കറിയാം ദിവസം ആന ചവിട്ടിക്കൊല്ലുക, സിംഹം പിടിക്കുക, പുലി പിടിക്കുക, അങ്ങാടി കൂടി ആട് പോകുന്ന പോലെ ആന മേഞ്ഞു നടക്കുക. ഇന്നതൊരു വാർത്തയല്ലാതായി മാറി. ഇത് ഈ കേരളത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ പരിപാടിയുണ്ട്. പണമില്ല എന്ന് പറയുന്നു, പണമുണ്ടാവും. അതിന് ഉള്ള കഴിവ് ഞങ്ങൾ പ്രകടിപ്പിക്കും. അങ്ങനെ ഓരോന്നും എടുത്തോളൂ. തീരദേശം എടുത്തോളൂ, നാടെടുത്തോളൂ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിവിടെ പരിചയമല്ലേ. അന്നൊന്നും സാധിക്കാത്തത്, അന്നൊന്നും ഇല്ലാത്ത ദാരിദ്ര്യം ഇവിടെ എങ്ങനെ വന്നു? അന്നൊന്നുമില്ലാത്ത ഈ പാപ്പറായ കേരളം, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേരളം, ഇതിന്റെ ഖജനാവ് എങ്ങനെ ഇങ്ങനെ കാലിയായി? ഏതിനെയൊക്കെയാണ് ചോരുന്നത്? ഞാനിപ്പോൾ ഈ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പറയേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഘടകകക്ഷി നേതാക്കന്മാരൊക്കെ പിറകിലിരിക്കുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഉറപ്പിച്ച് പറയുന്നു, സെമി ഫൈനൽ ജയിച്ചെങ്കിൽ ഫൈനലിൽ ഞങ്ങൾ കപ്പടിക്കും. കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. പുതുയുഗ പിറവി ഉണ്ടാവും. പുതിയൊരു
പുതിയൊരു യുഗം പിറക്കണം. ശ്രീ സതീശൻ ഈ ജാഥ നയിക്കുന്നത് അതിന് തന്നെയാണ്. കേരളീയർക്ക്, അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഭാവി തലമുറക്ക്, അതുപോലെ തന്നെ ഈ മലയാളി ഇന്ത്യയിൽ ഏറ്റവും ലിറ്ററേറ്റായ, ഏറ്റവും എഡ്യൂക്കേറ്റഡായ, ഏറ്റവും അധികം ലോകത്ത് നിറഞ്ഞ് എല്ലാ കഴിവും പ്രകടിപ്പിക്കുന്ന മലയാളികൾക്ക് ഈ 10 വർഷം കണ്ട ഭരണം അത് അവർ അർഹിക്കുന്നില്ല, അവർക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി. നിങ്ങളുടെ ടൈം അവസാനിപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങളുടെ സമയമാണ്. ജാഥ അവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് അധികം വൈകാതെ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്.